ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. ടീം സോളാറിന്റെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രി എന്ന് സരിത സോളാർ കമ്മീഷനിൽ. വിവാദ കത്തിനെക്കുറിച്ചുള്ള വിശദീകരണം മുദ്രവച്ച കവറിൽ കമ്മീഷന് നൽകും. ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥിനും ലക്ഷങ്ങൾ സംഭാവന നൽകി. അഡ്വക്കേറ്റ് ജനറലുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. മന്ത്രി KC ജോസഫിനെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി. ഈ മാസം 16-ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണം. നടപടി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ എന്ന് വിളിച്ചതിന്. റബ്ബർ ഇറക്കുമതി നിരോധനം നീട്ടാമെന്ന് ജോസ് കെ മാണിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് നിർമ്മലാ സീതാരാമൻ. താങ്ങുവില നൽകാൻ 500 കോടി അനുവദിക്കണം എന്ന് ശുപാർശ നൽകും. അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയാൽ തെറ്റില്ലെന്ന് KM മാണി. മറ്റന്നാൾ അമിത്ഷായെ കാണില്ല. സ്വവർഗരതി ക്രിമിനൽ കുറ്റമാണെന്ന വിധിക്കെതിരായ തിരുത്തൽ ഹർജി ഭരണഘടനാ ബെഞ്ചിന്. സ്വവർഗാനുരാഗ സംഘടനകളുടെ വാദത്തിന് ഭരണഘടനാ മാനങ്ങളുണ്ടെന്ന് സുപ്രീംകോടതി. തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ലൈംഗിക ന്യൂനപക്ഷങ്ങൾ. ദേശീയ സ്കൂൾ കായികമേളയിൽ കേരളത്തിന് കിരീടം. കേരളം ഒന്നാമതെത്തിയത് 39 സ്വർണവുമായി. തമിഴ്നാട് 2ാം സ്ഥാനത്ത്. കേരളത്തിന്റെ ലിസ്ബത്ത് കാരോലിന് മീറ്റിലെ ട്രിപ്പിൾ. വിവാദ കത്തിനെക്കുറിച്ചുള്ള വിശദീകരണം മുദ്രവച്ച കവറിൽ സോളാർ കമ്മീഷന് സമർപ്പിക്കുമെന്ന് സരിത S. നായർ. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണെന്ന് സരിത മൊഴി നൽകി. MLA-മാരായ ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥിനും ലക്ഷങ്ങൾ സംഭാവന നൽകിയെന്നും മൊഴിയിൽ പറയുന്നു. ബെന്നി ബെഹനാന് പാർട്ടി പ്രവർത്തക ഫണ്ടിലേക്ക് എന്ന പേരിൽ 2011 നവംബറിലാണ് 5 ലക്ഷം രൂപ സംഭാവന നൽകിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ PC വിഷ്ണുനാഥ് നയിച്ച മാനവിക യാത്രയ്ക്കിടെ 2012 ഒക്ടോബറിൽ ഒറ്റപ്പാലത്ത് വെച്ച് 1 ലക്ഷം രൂപയും ഒക്ടോബർ 9-ന് എറണാകുളം ഗസ്റ്റ് ഹൗസിലെത്തി 1 ലക്ഷം രൂപ കൂടിയും നൽകി. രസീത് നൽകാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തന്നില്ല. ഇവർക്ക് പുറമെ നിരവധി രാഷ്ട്രീയ നേതാക്കളും ടീം സോളാറിൽ നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായും വൈദ്യുമന്ത്രി ആര്യാടൻ മുഹമ്മദുമായും മാത്രമേ ബിസിനസ് ബന്ധങ്ങളുള്ളൂ. ടീം സോളാറിന്റെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണക്കാരായത് മുഖ്യമന്ത്രിയാണെന്ന ബിജു രാധാകൃഷ്ണന്റെ മൊഴിയും സരിത ശരിവച്ചു. പാലക്കാട് കിൻഫ്രയിൽ 110 ഏക്കറിലെ വൻകിട പദ്ധതിക്ക് മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ചു. 60% ലാഭവിഹിതം കമ്പനിക്കും 40% ലാഭവിഹിതം മുഖ്യമന്ത്രിക്കുമായാണ് ധാരണയിലെത്തിയിരുന്നത്. ഇതിലേക്ക് മുഖ്യമന്ത്രി ചോദിച്ച 5.5 കോടി രൂപയിൽ 1,90 ലക്ഷം രൂപയെ നൽകിയതായി തനിക്കറിവുള്ളൂ. ചില ഉന്നതരുടെ പേര് ചേർത്തുള്ള ലൈംഗിക ആരോപണങ്ങൾ തന്റെ സ്വകാര്യതയാണ്. ഇവയെക്കുറിച്ചുള്ള വിശദമായ പ്രസ്താവന കമ്മീഷന് മുദ്രവെച്ച കവറിൽ നൽകും. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവാദകത്തിലെ കാര്യങ്ങളും ഇതിലുണ്ടാവും. ചില കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് ഒരു ഡിസ്കഷന് തയ്യാറല്ലാത്ത ചില സബ്ജക്ട്സ് ഉണ്ട്. ആ സബ്ജക്ട്സിനെ പറ്റിയിട്ട് അതിൻ്റെ നിജസ്ഥിതി, ഓരോ ആരോപണങ്ങളുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഒരു കവറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എൻ്റെ കേസിൻ്റെ നിലനിൽക്കുന്ന എൻ്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളാകാമെന്നുള്ളതുകൊണ്ട് അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പെരുമ്പാവൂർ സ്വദേശി സജാദ് തങ്ങളുടെ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജിക്കുമോനുമായി സംസാരിച്ചതിനെ കുറിച്ച് തനിക്കറിയാം. ഇക്കാര്യം പെരുമ്പാവൂർ DYSP ഹരികൃഷ്ണനോട് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ഫോണിൽ വിളിക്കുമ്പോൾ മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നതായി പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ADGP A. ഹേമേന്ദ്രനും മൊഴി നൽകിയിരുന്നു. മുൻ കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ കമ്പനിയിൽ നിന്നും കോഴപ്പണം കൈപ്പറ്റിയതായി അറിവില്ലെന്നും സരിത പറഞ്ഞു. കോയമ്പത്തൂർ കോടതിയിൽ കേസുള്ളതിനാൽ സരിതയുടെ വിസ്താരം നാളെ ഉണ്ടാവില്ല. ക്രോസ് വിസ്താരം മറ്റന്നാൾ ആരംഭിക്കും. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇന്ത്യൻ ലോയേഴ്സ് യൂണിയന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് 4ാം ദിവസമായിരുന്നു സരിത S. നായരുടെ വിസ്താരം. ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ബിസിനസ് താല്പര്യങ്ങളുണ്ടായിരുന്നു. വളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണം മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ആരോപിക്കുന്നതല്ലാതെ ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. ആകപ്പാടെ ഹാജരാക്കിയത് ഭൂമി റീസർവേക്ക് മുഖ്യമന്ത്രി നൽകിയ ഒരു ശുപാർശ കത്ത് മാത്രമാണ്. ഇത് ഉണ്ടയില്ലാത്ത വെടിയായി പര്യവസാനിക്കുമോ? അല്ല, അതിപ്പോൾ സരിതയാണല്ലോ ഇതിലെ കക്ഷി പ്രധാനമായും. സരിത ഇപ്പം പറയുന്നത് രേഖകളെല്ലാം തന്നെ സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്നാണ്. പക്ഷെ വേറെ ചില സാഹചര്യ തെളിവുകളുണ്ടല്ലോ. മുഖ്യമന്ത്രി ഇതിൽ പെടാതിരിക്കണമെന്ന് നമുക്കെല്ലാം ആശിക്കാം. പക്ഷേ ഈ സരിതയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ തന്നെ പഴയ ഒരു പ്രധാനി ഉണ്ടല്ലോ, പാവം പയ്യൻ ആൻറ്റോ, തൃശ്ശൂർ മാളക്കാരൻ, അദ്ദേഹം എന്താ പറഞ്ഞത്, ഈ പ്രോജക്റ്റ്, സോളാർ പ്രോജക്റ്റ് എൻ്റെ പ്രോജക്റ്റായിരുന്നു,
ഞാനത് കൊണ്ട് കൊടുത്തപ്പോൾ അത് ആ പ്രോജക്റ്റിൻ്റെ മേന്മയെല്ലാം മനസ്സിലാക്കി അത് എൻ്റെ നിന്ന് ആ പ്രോജക്റ്റ് എടുത്ത് സരിതയ്ക്ക് കൊടുത്തത് മുഖ്യമന്ത്രിയും കൂട്ടരുമാണ്. അത് ഈ സരിത പറയുന്ന പോലെ ചില വ്യവസായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, പാർട്ട്ണർഷിപ്പ് ബേസിലാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. മേത്തർ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന സ്പെഷ്യൽ ചുമതല വഹിച്ച അദ്ദേഹമാണ് ഇത് കൈമാറ്റി കൊടുത്തതെന്നാണല്ലോ ഇപ്പോൾ ആൻഡോ എന്ന് പറഞ്ഞയാൾ, പാവം പയ്യൻ, തൃശ്ശൂർകാരൻ, ഇപ്പം വെളിപ്പെടുത്തി അദ്ദേഹം കോൺഗ്രസ്സാണ്. ഇതെല്ലാം വെളിപ്പെടുത്തുന്നവരെല്ലാം കോൺഗ്രസ്സുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരല്ല, മാർക്സിസ്റ്റുകാരല്ല, LDF അല്ല. മേലയിൽ ശ്രീധരൻ നായർ അതുപോലെ നല്ല കോൺഗ്രസ്സാണ്. അയാൾ ഒരു എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർ ചെയ്തതിന് വന്നതിന് ശേഷം ഈ ബിസിനസ് തുടങ്ങിയതാണ്. ബിസിനസ് താല്പര്യം മാത്രമേ ഉള്ളൂ. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ സരിത കമ്മീഷന് മുമ്പിൽ പറയുണ്ടായും, ഞാനും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും കൂടെ ഇരുന്ന വീഡിയോ ടേപ്പ് എൻ്റെയും ഉണ്ടെന്ന് പറയും, വീഡിയോ ടേപ്പ് എൻ്റെയും ഉണ്ടെന്ന് പറയുന്നു. മുഖ്യമന്ത്രി സരിതയെ അവിടെ വെച്ച് കണ്ടിട്ടില്ലെന്ന് പറയുന്നു. ഇത് കമ്മീഷൻ പരിശോധിക്കട്ടെ. ഇപ്പൊ നമ്മളൊരു ഫൈൻഡിംഗിൽ എത്തേണ്ട. തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ ഈ തെളിവുകൾ അവർ ഹാജരാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഘടകം. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, താങ്കൾ കമ്മീഷന്റെ എല്ലാ സിറ്റിംഗിലും വളരെ സൂക്ഷ്മമായി പങ്കെടുക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ ആരോപിച്ചിരിക്കുന്നത് പാലക്കാട് കിൻഫ്ര പാർക്കിലെ പദ്ധതിക്കായി 113 ഏക്കർ സർക്കാർ നൽകാം, അതുപോലെ തന്നെ കൈലാസപ്പാറ വിൻമിൽ പദ്ധതിക്ക് സഹായിക്കാം, ഈ 2 ബൃഹത് പദ്ധതികളിലും സഹായം ഉറപ്പു നൽകിയിരുന്നു എന്നാണ്. പക്ഷേ സഹായം കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഈ സഹായം ഉറപ്പു നൽകി എന്നതിൻ്റെ തെളിവില്ല. കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളുടെ മലയാളി ശ്രീധരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്ന അവകാശവാദത്തിനടക്കം യാതൊരു സാധൂകരണവും ഇന്നും ഉണ്ടായിട്ടില്ല. ഇത് ആരോപണങ്ങളുടെ പുകമറ മാത്രമാവുകയാണോ? സരിത എസ് നായരെ സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കാൻ കഴിയും എന്ന് ഈ നടപടിക്രമങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നത്തെ സരിത നായരുടെ മൊഴി 2 ഭാഗമായിട്ട് കാണണം. അതിലൊന്ന് കോൺഗ്രസിൽപ്പെട്ട PC വിശ്വനാഥിനെയും ബെന്നി ബെഹനാനെയും സംബന്ധിച്ച കടുത്ത ആരോപണമാണ്. എന്നാൽ മറുഭാഗത്ത് വളരെ കൃത്യതയോടുകൂടി KC വേണുഗോപാൽ MPയെയും മന്ത്രി KP അനിൽകുമാറിനെയും പൂർണ്ണമായി ആരോപണ വിമുക്തമാക്കാൻ അവർ കൃത്യതയോടുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തൻ്റെ കമ്പനിക്ക്, ടീം സോളാർ കമ്പനിക്ക് MNREയുടേതടക്കം അംഗീകാരം നേടിയെടുക്കാൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദും മാത്രമാണ് സഹായിക്കാൻ സമ്മതിച്ചിരുന്നത്. അക്കാര്യത്തിൽ KC വേണുഗോപാൽ അടക്കമുള്ളവരെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഗൗരവമായി ഞാൻ കാണുന്ന വസ്തുത, MNREയുടെ അംഗീകാരമില്ലാത്ത, അതോടൊപ്പം തന്നെ നോഡൽ ഏജൻസിയായ അനർട്ടിൻ്റെ അംഗീകാരമില്ലാത്ത ടീം സോളാർ കമ്പനി ഡൽഹിയിലെ പ്രഗതി മൈതാനത്ത് നടന്ന 2 വേൾഡ് റിന്യൂവബിൾ എക്സ്പോയിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന കേരള റിന്യൂവബിൾ എനർജി മാർട്ടിൻ്റെ സോളാർ പദ്ധതി പങ്കെടുത്തു. അവിടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, ഈ പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കമ്മീഷന് മുമ്പാകെ ഇതിനകം കൊണ്ടുവന്നു. ആ ദൃശ്യങ്ങൾ ഞങ്ങളെല്ലാം കണ്ടതാണ്. ദൗർഭാഗ്യരെന്ന് പറയട്ടെ, പ്രധാനപ്പെട്ട ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കമ്മീഷൻ തന്നെ ചോദിച്ചത്, കല്യാണത്തിൻ്റെ വീഡിയോ എടുക്കാൻ ആവശ്യപ്പെട്ടാൽ മിന്നുകെട്ടുന്ന പരിപാടി കാണത്തില്ല, സദ്യ കഴിക്കുന്ന ചിത്രമാണോ കാണുന്നതെന്നാണ് ചോദിച്ചത്. അവിടെ കൃത്യമായി എഡിറ്റിംഗ് നടന്നു, അവിടെ കൃത്യമായി കത്രിക വെച്ചു. ശ്രീ ആര്യാടൻ മുഹമ്മദ് വരുന്നതും ടീം സോളാറിൻ്റെ 2 സ്റ്റാളുകൾ സന്ദർശിക്കുന്നതും സരിത നായരുമായി ഫോർമൽ ടോക്ക് നടത്തുന്നതും ആ ദൃശ്യങ്ങളെല്ലാം ബോധപൂർവം ഒഴിവാക്കപ്പെട്ടു. ശരി, അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. തുടരുക അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇന്ന് സരിത എസ് നായർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ 2 നേതാക്കൾക്ക്, MLA മാർക്ക് ബെന്നി ബെഹനാന് 5 ലക്ഷം രൂപയും PC വിഷ്ണുനാഥിന് 2 ലക്ഷം രൂപയും കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്താണ് തെളിവ് എന്ന് സ്വാഭാവികമായും തിരിച്ചു ചോദിക്കാം. പക്ഷേ
ഈ രണ്ട് നേതാക്കൾക്കും സരിത എസ് നായരുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന് നമ്മളെ സംബന്ധിച്ച് തെളിവുകളുണ്ടല്ലോ. ബെന്നി ബെഹന്നാൻ അവരുമായി ആവർത്തിച്ച് നടത്തുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ ഇന്നലെ പുറത്തു വന്നു. ടീം സോളാറിന് വേണ്ടി PC വിഷ്ണുനാഥ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നൽകിയ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കണം എന്ന ശുപാർശ കത്ത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങളിൽ വിശ്വാസ്യതയുടെ അംശത്തിനല്ലേ കൂടുതൽ പ്രാമുഖ്യം? ഞാനിതിനകത്ത് അതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് തന്നെ ഇവിടെ ഇരുന്നപ്പോൾ ഒരു സംശയം തോന്നുന്നൊരു വിഷയം, ഇന്നലെയൊക്കെ സരിതയും ശ്രീ ബെന്നി ബെഹനാനുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു ടേപ്പ് റെക്കോർഡ് ടെലിഫോൺ സംഭാഷണത്തിൻ്റെ CD-ക്കകത്ത് കണ്ടത് തരാമെന്ന് പറഞ്ഞ കാശ് എന്താണ് തരാത്തത് എന്ന പരിഭവം സരിത അങ്ങോട്ട് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, അത് തിരുത്താനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് അനുവദിക്കുകയാണ് ഞാൻ. അങ്ങനെ ചോദിച്ച അതേ ആൾ തന്നെയാണ് ഇപ്പം 5 ലക്ഷം അങ്ങോട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പുതുതായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇൻകൺസിസ്റ്റന്റ് പ്ലീ ആണ് എല്ലായിടങ്ങളിലും ഉള്ളത്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടില്ല, കൺസിസ്റ്റൻസി ഒരു കാര്യത്തിലും ഇല്ല. അല്ല, ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ ശ്രീ PM സുരേഷ് ബാബു. ഇവിടെ 2011 നവംബറിൽ ബെന്നി ബെഹന്നാന് പണം കൊടുത്തു, 2012 ഏപ്രിലിൽ വിഷ്ണുനാഥിന് പണം കൊടുത്തു എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അതിനുശേഷം നമ്മൾ സംസാരിക്കുന്ന ഈ ഓഡിയോ ടേപ്പ് ഉണ്ടല്ലോ, അതായത് സരിതയ്ക്ക് അങ്ങോട്ട് പണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള സംസാരം നടക്കുന്നത് പക്ഷേ അവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ 2014 കാലത്താണ്. ആ വ്യത്യാസം വളരെ വലുതാണ്. അവർ ഒരു സംരംഭകയായിരുന്നപ്പോഴാണ് അങ്ങോട്ട് പണം കൊടുത്തതായി ആരോപണമുള്ളത്. മറിച്ച് അവർ ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് ഇറങ്ങി അവർക്ക് കേസുകൾ തീർക്കാൻ പണം വേണ്ടപ്പോഴാണ് ഇങ്ങോട്ട് പണം കിട്ടുന്ന കാര്യത്തിലെ സംഭാഷണം വരുന്നത്. അത് ആ ഡിഫറൻസിനെ കുറിച്ച് ഞാൻ ആലോചിക്കാം. ഞാനിത് രണ്ടും ചാനലിൽ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള എൻ്റെ പ്രതികരണമാണ്. ഞാൻ അതിൻ്റെ ഡിഫറൻസിനെ കുറിച്ച് ആലോചിക്കാം. പക്ഷേ നമുക്കൊരു പ്രഥമ ദൃഷ്ടിയാ ഒരു ജനങ്ങളുടെ മുമ്പിൽ ഇന്നലെ സരിതയ്ക്ക് അങ്ങോട്ട് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് പറ്റിച്ചു, അത് വഞ്ചിച്ചു, നിങ്ങൾ എന്നാണ് ഇനി തരിക എന്ന് സരിത ചോദിക്കുന്നു. അതിനു മുമ്പ് സരിത അങ്ങോട്ട് പണം കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷി അനുസരിച്ച് നമ്മളിതൊക്കെ എങ്ങനെ മുഖവിലക്കെടുക്കണം എന്നുള്ളത് നമ്മളെല്ലാവരും കൂടിയിരുന്നൊന്ന് തീരുമാനിക്കുക. നമ്മളെല്ലാവരും കൂടിയിരുന്ന് തീരുമാനിക്കണം. രാഷ്ട്രീയ ലക്ഷ്യം കാണാം. രാഷ്ട്രീയ ലക്ഷ്യത്തിന് ആനന്ദൻ ചേട്ടനും അതേപോലെ തന്നെ രാജേന്ദ്രൻ നായർക്കും ഒക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണാം. എനിക്ക് രാഷ്ട്രീയ താല്പര്യവും കാണാം. പക്ഷെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ ഏതൊക്കെ തരത്തിൽ അപമാനിക്കണം എന്നതിനെക്കുറിച്ച് നമ്മളെങ്കിലും എല്ലാവരും കൂടിയിരുന്നൊരു കോമൺ ഫോർമുല കണ്ടെത്തണ്ടേ? എന്താണ് ഈ കാര്യം ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? കേരള സംസ്ഥാനത്തിന് ഒരു നയാ പൈസ നഷ്ടമില്ലാത്തൊരു കാര്യം. തട്ടിപ്പ് നടത്തി എന്ന് ആരോപിച്ച് കേസിൽ കുടുങ്ങിയതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ള ഒരു അവസരം. ഇതിനകത്തൊക്കെ പിന്നീടുള്ള തകിടം മറച്ചിലുകൾ എങ്ങനെയാണ്, പിന്നീടുള്ള രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, നാട്ടിലൂടെ പോകുന്ന മുഴുവൻ ആളുകളെയും ചളിവാരി എറിയുക. അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ PM സുരേഷ് ബാബു? താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ടെലിഫോൺ സംഭാഷണമുണ്ടല്ലോ, നമ്മൾ സരിത എസ് നായർ എന്ന തട്ടിപ്പുകാരിയായ സ്ത്രീയുടെ വാക്കുകൾ വിടുക. കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കളുടെ ബെന്നി ബെഹന്നാന്റെയും തമ്പാനൂർ രവിയുടെയും തർക്കമറ്റ ശബ്ദങ്ങളുണ്ടല്ലോ. സരിത എസ് നായർ ഞാൻ സോളാർ കമ്മീഷന് മുൻപാകെ മൊഴി കൊടുക്കാൻ പോവുകയാണെന്ന് അങ്ങോട്ട് പറയുമ്പോൾ സഹായകരമായ നിലപാടെടുക്കൂ എന്നാണ് ബെന്നി ബെഹന്നാന്റെ മറുപടി. നമ്മൾ കേട്ടതാണ്. എനിക്ക് 48 കേസുണ്ട്, 48 കേസിലും ഈ മൊഴി വാലിഡാണ്, ഇതിനകത്ത് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയല്ലേ എന്ന് സരിത എസ് നായർ പറയുമ്പോൾ ബെന്നി ബെഹന്നാൻ പറയുകയാണ് അതുണ്ടാവില്ല, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്ത് ഉണ്ടല്ലോ. ഇങ്ങനെയാണ് ഈ സംഭാഷണം പോകുന്നത്. നമുക്ക് കാര്യങ്ങൾ വ്യക്തമല്ലേ? സരിത എസ് നായർ എന്ന സ്ത്രീയുടെ സംഭാഷണം വിടുക. കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾക്ക് അവർ പറഞ്ഞ കാര്യത്തിലുള്ള വിശദീകരണം വേണ്ടേ? അല്ല, അതിനകത്ത് ഈ ചാനൽ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ശ്രീ ബെന്നി ബെഹന്നാൻ വളരെ വ്യക്തമായി അതിനകത്ത് വിശദീകരിച്ചിരിക്കുന്നു. എന്തിനാണ് ബെന്നിയെ വിളിച്ചിട്ട് ഞാൻ മൊഴി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നത്? നമുക്ക് അതും ആലോചിക്കേണ്ടതാണല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള ഒരു ശ്രമവും സാവകാശവും നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരാളൊരു മൊഴി കൊടുക്കാൻ വരുമ്പോൾ അവരോട് എന്തെന്നാ പറയേണ്ടത്? നിങ്ങളെല്ലാവരെയും ക്രൂശിക്കുന്ന രൂപത്തിലുള്ള മൊഴി കൊടുക്കണമെന്നാണോ പറയേണ്ടത്? മറിച്ച് മാന്യമായ രീതിയിലുള്ള മൊഴി കൊടുക്കുക. അതൊരു സാധാരണ പൊതുപ്രവർത്തകന് അവരോട് അന്വേഷിക്കുന്ന ആളുകൾക്ക് നൽകാവുന്ന ഒരു മാന്യമായ ഉത്തരമാണ്.
ആ ഉത്തരത്തെ മറിച്ചൊരു തരത്തിൽ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന അത്യാവശ്യമുള്ളവർ വ്യാഖ്യാനിക്കട്ടെ. അല്ല, ഇതിൽ അങ്ങനെ ഒരു വളരെ നിർബന്ധ ബുദ്ധിയുള്ളവർ വ്യാഖ്യാനിക്കട്ടെ. നമ്മളെല്ലാവരും കൂടി ചേർന്ന് എന്തിനാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് അല്ലേ? നോക്കൂ, ഗവൺമെന്റിനെ സഹായിക്കുക എന്ന് എപ്പോഴും പറയുന്നു. ഞാൻ എന്ത് സഹായിക്കാനാ? സഹായിച്ചാൽ തന്നെ എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താ? ഇത് സരിത എസ് നായർ അങ്ങോട്ട് പറയുന്നതാണ്. ബെന്നി ബെഹനാൻ അങ്ങോട്ട് പറയുന്നത് ചെയ്യാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ സരിത എസ് നായരെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്ന സരിത എസ് നായരെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയാനുള്ള ബാധ്യത കോൺഗ്രസിന്റെ നേതാക്കൾക്ക് എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ എന്താ ഒരു തെറ്റ്? ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അനാവശ്യമായ വിവാദങ്ങൾ, ഇല്ലാത്ത വസ്തുതകൾ, സത്യമല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്നൊരാളോട് പറയുന്നതിന് ഇപ്പോഴും എന്താ ഒരു പെശക്? അങ്ങോട്ട് ചോദിക്കുന്നത് ഗവൺമെന്റിനെ സംരക്ഷിച്ചാൽ, ഗവൺമെന്റിനെ സഹായിച്ചാൽ എനിക്ക് മേലുള്ള പ്രൊട്ടക്ഷൻ എന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആ പ്രൊട്ടക്ഷൻ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നത്. ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യലല്ല, സരിത എസ് നായരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, സരിത എസ് നായരെ പ്രൊട്ടക്ട് ചെയ്തില്ലല്ലോ. സരിത എസ് നായരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? സരിത എസ് നായരുടെ എവിടെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്തോ? സരിത എസ് നായർക്കെതിരായി കൊടുത്ത കേസുകളിൽ എല്ലാത്തിലും വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നു. 1-2 കേസുകളിൽ അവർ ശിക്ഷിച്ച് ജയിലിൽ പോകുന്നത് വരെ ഉണ്ടായി. ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം കേസുകൾ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടങ്ങളിൽ എല്ലാം എഴുതി തള്ളുകയോ അല്ലെങ്കിൽ തെളിവില്ലാതെ പോവുകയോ ചെയ്തത് ഇവിടെ വന്നപ്പോൾ അത് കേസായി. സരിത എസ് നായരുടെ കൂട്ടാളിയായ ശ്രീ ബിജു രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൊലപാതക കേസ് എഴുതിത്തള്ളി ആത്മഹത്യയായിരുന്ന കേസ് അന്വേഷണം വന്നപ്പോൾ അത് കൊലപാതകമായി ജയിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു. ഇവർക്കൊക്കെ സ്വാഭാവികമായും ഗവൺമെന്റിനോട് പരിഭവവും ഗവൺമെന്റിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. സർക്കാർ ചോദിക്കുന്നത് സരിത എസ് നായർ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരുന്നുവെങ്കിൽ സരിത എസ് നായർ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ എന്നും, സർക്കാരിന് ഇക്കാര്യത്തിൽ നഷ്ടമുണ്ടായിരുന്നു എങ്കിൽ, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം പോയിരുന്നു എങ്കിൽ അതിന് തെളിവുണ്ടാകുമായിരുന്നില്ലേ എന്നുമാണ് അങ്ങോട്ടുള്ള മറുചോദ്യം. എന്താണ് അതിൻ്റെ മറുപടി? അല്ല, എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബുവിന് ഇങ്ങനെ അല്ലാതെ പ്രതികരിക്കാൻ ഒക്കില്ല. അദ്ദേഹം ആ പാർട്ടിയുടെ ഒരു നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സരിത എസ് നായർ ഈ പ്രതിക്കൂട്ടിലായതും കേസെടുത്തുമൊക്കെ തട്ടിപ്പിന് വിധേയരായവർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലല്ലേ? ഗവൺമെൻറ് സോമോട്ടോ കേസെടുത്തതല്ലല്ലോ. തട്ടിപ്പിന് വിധേയരായവർ കൊടുത്ത കേസാണ് 33-ഓ 48-ഓ കേസ്. പിന്നെ LDF ഗവൺമെൻറ് കാലത്ത് ഇതെല്ലാം എഴുതിത്തള്ളുമായിരുന്നു പറഞ്ഞു. LDF ഗവൺമെൻറ് കാലത്താണ് കോൺഗ്രസിൻ്റെ വക്താക്കൾ പറഞ്ഞു കടന്നു, അങ്കിളെന്ന് വിളിച്ച് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ. എന്നിട്ട് ആ അങ്കിള് ഗർഭിണിയായിരുന്ന സരിതയെ പിടിച്ച് ജയിലിനകത്തിട്ട് അനന്തരവളോട് ഒരു ദാക്ഷിണ്യവും കരുണയും കാണിച്ചില്ല. ജയിലിൽ കിടന്നാണ് പ്രസവിച്ചത്. ആ നടപടിയാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അതിനുശേഷം അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ആ ഗവൺമെൻറ് പോയി, അവൾ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു വന്ന് ഈ ബിസിനസ് എല്ലാം തുടങ്ങിയത് ഇവരുടെ കാലത്താണ്. രാധാകൃഷ്ണൻ്റെ കേസ്, കൊലപാതകത്തിലെ രാധാകൃഷ്ണൻ്റെ കേസ്, അന്നൊരു പരാതി വരുമ്പോൾ അപ്പോൾ തന്നെ വിജിലൻസിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ശ്രീ കോടിയേരി പോകുന്നത്. ആ അന്വേഷണ റിപ്പോർട്ടൊക്കെ വരുന്നത് ഇവരുടെ ഗവൺമെൻറ് കാലത്താണ്. ആരെ സംരക്ഷിച്ചതാണ് പറയുന്നത്? എൻ്റെ ബഹുമാന്യനായ സുഹൃത്തിനോട് 2-3 കാര്യങ്ങൾ ക്ലാരിറ്റി പറഞ്ഞു. എനിക്കും സുരേഷ് ബാബുവിനും ഒക്കെ ഉള്ളതുപോലെ ഈ കേരളത്തെ ഇത്രയും നാറിയ കഥകൾ, ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തെ അപമാനിക്കുന്ന ഈ സംഭവങ്ങൾ, അത് നമുക്കെല്ലാം ദുഃഖമുണ്ട്. അതിനാരാണ് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പാർട്ടിയിലുള്ളതായാലും സുരേഷിൻ്റെ പാർട്ടിയിലുള്ളതായാലും ശരി, കേരളീയരെ ആകെ അപമാനിച്ച ഈ സംഭവത്തിൽ വല്ല പങ്കുമുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണ്ടേ? അതുമാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. അത് സരിത പറയുന്ന മുഴുവനും എടുക്കേണ്ട നമ്മൾ. ഞാൻ ഇന്നലെയും ഒരു ചർച്ചയിൽ പറയുകയുണ്ടായി, എനിക്കറിയില്ല സുരേഷ് ബാബു ഉണ്ടായിരുന്നറിയില്ല, പറയുകയുണ്ടായി, ഈ ഗവൺമെൻറ് കീഴിലുള്ള DGP മിസ്റ്റർ സെൻകുമാർ, അദ്ദേഹം ഒരു തട്ടിപ്പുകാരനല്ലല്ലോ. അദ്ദേഹം എന്താ സോളാർ കമ്മീഷൻ മുമ്പിൽ പോയി പറഞ്ഞത്? സരിതയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നടന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ, അതിൻ്റെ റെക്കോർഡ് മുഴുവൻ നശിപ്പിച്ചു. ആരാ നശിപ്പിച്ചത്? IG ജോസ്. അത് നശിപ്പിക്കാൻ ആരാണ് ഇടപാട് ചെയ്തത്? എന്തിന് നശിപ്പിച്ചു? ഒരു പ്രധാന വിഷയമല്ലേ? ADGP മിസ്റ്റർ ഹേമചന്ദ്രൻ, അദ്ദേഹമാണല്ലോ അന്വേഷിക്കാൻ ഗവൺമെൻറ് നിയോഗിച്ച ആൾ.
ആരെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപം പറയുന്നുണ്ടോ? അദ്ദേഹം അന്വേഷിച്ചിട്ട് പറഞ്ഞു ഒരേ സമയത്ത് സരിതയും ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും സെക്രട്ടറിയും ഉണ്ടായിരുന്നു, പോയി കമ്മീഷന് മുമ്പിൽ മൊഴിയെടുത്തിരിക്കുകയല്ലേ. ഇപ്പോൾ സരിത പറയുകയാണ് മുഖ്യമന്ത്രിയാണെങ്കിൽ ആദ്യം തൊട്ട് നിഷേധിക്കണം. ഞാൻ ശ്രീധരൻ നായർ കോറി കോൺട്രാക്ടേഴ്സിൻ്റെ അവരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ശ്രീധരൻ നായരെയും കൂടെ വന്നവരെ കണ്ടിട്ടുള്ളൂ, സരിതയെ കണ്ടിട്ടില്ലെന്ന്. സരിത ഇപ്പോൾ മൊഴി കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടതിന് ശേഷം ഒരുമിച്ചാണ് ലിഫ്റ്റും താഴെ കുഞ്ഞാലിക്കുട്ടിയും കണ്ടു വരുമ്പോൾ മുഖ്യമന്ത്രി ഞങ്ങൾ വന്ന് ലിഫ്റ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി വന്ന് ഞങ്ങൾ മൂവരും കൂടി ഒരുമിച്ചാണ് താഴെ ഇറങ്ങിയത്. ADGP ആയിരിക്കുന്ന തന്നെ ജയിൽ IG അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സരിത കമ്മീഷനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ കത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹവും പറഞ്ഞ്. ഇവരാരും തട്ടിപ്പുകാരല്ലല്ലോ. ഇതിനെയൊക്കെ എനിക്കും മിസ്റ്റർ സുരേഷ് ബാബുവിനും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ശരി, അതാണ് താങ്കൾ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, ഡൽഹിയിൽ നടന്ന സംഭവങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി വളരെ ഉറപ്പോടുകൂടി സോളാർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ വ്യക്തമാക്കിയ കാര്യം, ഞാൻ മല്ലലി ശ്രീധരൻ നായരെ തനിച്ചാണ് കണ്ടത്, അതിനുശേഷം ക്വാറി ഉടമസ്ഥന്മാർ എന്നെ വന്നു കണ്ടു, സരിത എസ് നായരുടെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു എന്നാണ്. ഇത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന നിർണായകമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉണ്ട് എന്നാണ് സരിത എസ് നായർ അവകാശപ്പെടുന്നത്. ആ തെളിവ് തീർച്ചയായും പൊതുസമൂഹത്തിന് മുൻപിൽ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇനി ഒരു പ്രതിരോധവും സാധ്യമല്ലാത്ത വിധം പരാജയപ്പെട്ടു പോകും. പക്ഷേ ആ നിർണായകമായ തെളിവ് ഇന്നേ വരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. 4 ദിവസമായി. അത് കൊണ്ടുവരാം എന്ന് പറയുന്നതല്ലാതെ അക്കാര്യത്തിൽ ഒരു മുന്നോട്ട് പോക്കുണ്ടാകുന്നില്ല. ഇപ്പോഴും ഇക്കാര്യത്തിൽ ബാർഗൈനിങ്ങും വിലപേശലും ഒക്കെ നടക്കുന്നുണ്ടാകുമോ? എന്താണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഈ നിർണായകമായ തെളിവ് വന്നാൽ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ പ്രതികരിക്കാം. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രിക്കെതിരായി നേരിട്ട് ഒരു പരാതി നൽകിയത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയിലെ ഇപ്പോഴത്തെയും നേതാവായിരിക്കുന്ന മല്ലലി ശ്രീധരൻ നായരാണ്. ആ കേസ് അന്വേഷിച്ചത് DYSP പ്രസന്നൻ നായരാണ്. പ്രസന്നൻ നായരെ കമ്മീഷൻ്റെ മുമ്പാകെ വിസ്തരിച്ചപ്പോൾ വളരെ വ്യക്തമായി ഞാനൊരു ചോദ്യം ചോദിച്ചു. 2012 ജൂലൈ മാസം 9-ാം തീയതി മല്ലലി ശ്രീധരൻ നായർ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കണ്ടതായി അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മൊഴിയിലെ 33-ാമത്തെ പേജിൽ കൃത്യതയോടെ പറഞ്ഞിരിക്കുന്നു, ആ പർട്ടിക്കുലർ ഡേറ്റിൽ മുഖ്യമന്ത്രി മല്ലലി ശ്രീധരൻ നായരെ കണ്ടതായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നിയമസഭയിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു, 2012 ജൂലൈ മാസം 9-ാം തീയതി ശ്രീധരൻ നായർ എന്നെ കോറി ഓണേഴ്സ് അസോസിയേഷൻ്റെ നേതാക്കന്മാർ വന്ന് കണ്ടു. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു, ഞാൻ ശ്രീധരൻ നായരെ കണ്ടിരിക്കുന്നു. പക്ഷെ അന്വേഷിച്ച DYSP പ്രസന്നൻ നായർ പറയുന്നു, അങ്ങനെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്ന്. ഇത്രയും വികൃതമാകാമോ ഒരന്വേഷണ ഉദ്യോഗസ്ഥൻ? എന്നിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ADGPയുടെ മൊഴിയിൽ തന്നെ അന്നേ ദിവസം സരിത എസ് നായരും ശ്രീധരൻ നായരും ടെന്നി ജോപ്പനും സെക്രട്ടേറിയറ്റ് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മൊഴിയിൽ അന്നേ ദിവസം ശ്രീധരൻ നായർ തന്നെ വന്ന് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മൊഴിയിൽ തന്നെ അന്നേ ദിവസം ടീം സോളാറിന്റെ 2 ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹത്തിന്റെ കൈവശം നേരിട്ട് കിട്ടി. ആരാണ് ഈ ചെക്ക് കൊടുത്തത്? ടീം സോളാറിന്റെ ചെക്ക് 2012 ജൂലൈ മാസം 9-ാം തീയതി സരിത അല്ലെങ്കിൽ പിന്നെ ആരാ കൊടുത്തത്? മുഖ്യമന്ത്രി പറയട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ശ്രീ സുരേഷ് ബാബു, അദ്ദേഹം നല്ല അഡ്വക്കേറ്റ് ആണ്, അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് 143 പേജുള്ള മുഖ്യമന്ത്രിയുടെ മൊഴി പകർപ്പ് ഞാൻ കൊടുക്കാം. നെല്ലും പതിരും തിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയെ പറഞ്ഞതുപോലെ തട്ടിപ്പുകാരിയായ സരിതയുടെ മൊഴി അടുത്ത ഇഴയുള്ള അരിപ്പ കൊണ്ട് പരിശോധിക്കുക, കണ്ണിയുള്ളത്. അതേസമയം മുഖ്യമന്ത്രിക്ക് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കാം. പക്ഷേ പ്രശ്നം, മുഖ്യമന്ത്രി കള്ളം പറയുന്നത് സരിത കള്ളം പറയുന്നത് അല്ല. മുഖ്യമന്ത്രി കള്ളം പറയുന്നത് ബിജു രാധാകൃഷ്ണൻ കള്ളം പറയുന്നത് പോലെയല്ല എന്ന ഗൗരവം കൂടെ അദ്ദേഹത്തെ കാണണം. ഒരു കെട്ടു നുണകൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ കമ്മീഷൻ മുമ്പാകെ പറയേണ്ടി വന്നു? DGP ഇപ്പൊ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ, IG ജോസിനെ പിരിച്ചുവിടണം എന്ന DGP സെൻകുമാറിന്റെ ശുപാർശ സീൽഡ് കവറിൽ കമ്മീഷന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനിത് സർക്കാരിന് കൊടുത്തു എന്ന്. കമ്മീഷൻ മുമ്പാകെ ഉമ്മൻചാണ്ടി പറഞ്ഞു, ഞാനിത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന്.
എങ്ങനെ പച്ച നുണകൾ! അദ്ദേഹത്തെ എപ്പോഴും സഹായിക്കുന്ന മലയാള മനോരമ, മാതൃഭൂമി എന്നിവയിൽ വന്നിട്ടുള്ള വാർത്തകൾ ഞങ്ങൾ തന്നെ വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല. സലീം രാജിനെ കുറിച്ച്, തീർച്ചയായും. പക്ഷേ എങ്കിലും ഇത് കള്ളങ്ങളാണ് എന്ന് തെളിയിക്കാൻ കൂടുതൽ തെളിവുകൾ, മെറ്റീരിയൽ എവിഡൻസ് തീർച്ചയായും നമ്മളെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. തുടരുക അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. ശ്രീ PM സുരേഷ് ബാബു, നമ്മൾ പൊതുസമൂഹത്തിന് മുൻപിൽ ലഭ്യമായിട്ടുള്ള തെളിവുകൾ തന്നെ പരിശോധിച്ചാൽ PC വിഷ്ണുനാഥ് MLA ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നൽകിയ കത്തിന്റെ പകർപ്പ് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഒരു MLA സ്വകാര്യ ഏജൻസിക്ക് തൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന ഒരു പദ്ധതി നൽകരുത് എന്ന് UDFന്റെ MLAമാരും സമ്മതിക്കുമ്പോഴും ഇവിടെ MNREയുടെ അംഗീകാരമില്ലാത്ത, അനർട്ടിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനിക്ക് ചെങ്ങന്നൂർ നഗരത്തിൽ 50 സോളാർ വിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതി നൽകുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇവരുമായൊന്നും ഈ തട്ടിപ്പുമായൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന സംഗതിയെ, ഇതുവരെയുള്ള പ്രതിരോധത്തെ പൊളിച്ചു കളയുകയല്ലേ? ഞാൻ ഒരു കാര്യം പറയാം. ശ്രീ PC വിഷ്ണുനാഥ് സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ MLA ആണ്. താങ്കൾക്ക് അദ്ദേഹത്തിനോട് ഈ ചോദ്യം എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ താങ്കൾ അദ്ദേഹത്തെ വിളിച്ചാൽ ഈ ചർച്ചയിൽ അദ്ദേഹം വരും. അവരുടെ പൂർണ്ണമായും വ്യക്തമായി അതിനെക്കുറിച്ചുള്ള ധാരണയോടുകൂടിയ മറുപടി അദ്ദേഹത്തിന് നമ്മുടെ പ്രേക്ഷക സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാൻ കഴിയും. അദ്ദേഹം തന്നെ പല ചാനലുകളിലും ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ പശ്ചാത്തലം മുഴുവൻ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ MLAമാരും എടുക്കുന്ന നടപടിയെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ അതിനെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് മറുപടി പറഞ്ഞുകൊള്ളണം എന്ന് ഇല്ല. കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെയും പാർട്ടിയുടെ ആശയങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളിലാണ് ഞാൻ പങ്കെടുക്കുക. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, PC വിഷ്ണുനാഥ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട് തൻ്റെ നിയോജക മണ്ഡലത്തിൽ മസ്റ്റ് ലൈറ്റ് അത് സോളാർ പാനൽ ഉപയോഗിച്ച് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശുപാർശ കത്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ ശുപാർശ കത്തിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ PC വിഷ്ണുനാഥിനെതിരായി ഇന്നലെ വരെ പറയാത്ത ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ വസ്തുതകൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഞാനത് സ്ഥിരീകരിക്കാനും നിഷേധിക്കാനും അല്ല തയ്യാറാകുന്നത്. മറിച്ച് കമ്മീഷന്റെ മുമ്പിലാണല്ലോ, മാധ്യമ ലോകത്തിന്റെ മുമ്പിൽ മാത്രമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെല്ലാം വസ്തുതകൾ കണ്ടെത്തണം. പക്ഷെ നിഷ്പക്ഷമായി നീതിബോധത്തോടുകൂടി ശ്രീ ശിവരാജൻ കമ്മീഷൻ ഈ കാര്യത്തിൽ വസ്തുതകളുണ്ടോ എന്ന് പരിശോധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. എനിക്കതിനകത്ത് പോയി പറയാൻ അവസരമില്ലെങ്കിലും അതുകൊണ്ട് പരിശോധിച്ചെത്തുന്നത് വരെ നമ്മൾ ഒരു പൊതുവ്യക്തിയെ ഏതെങ്കിലും ഞാൻ ഈ പറയുന്ന സരിതയ്ക്ക് ഒരു വിശേഷണവും ഞാൻ ഇന്ന് വരെ ഒരു ചാനലിലും കൊടുത്തിട്ടില്ല. സരിതയ്ക്ക് ഞാൻ കൊടുക്കുന്ന വിശേഷണം ശ്രീമതി സരിത എന്ന് മാത്രമാണ്. മറ്റൊരു വിശേഷണവും ഞാൻ ഇതുവരെ ഒരു ചാനലിലും ഞാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ആരോപണം, ആ വ്യക്തിയുടെ ഒറ്റ ആരോപണത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകൻ കുഴപ്പക്കാരനാണ് എന്ന നിഗമനത്തിലെത്തുന്നത് കുറച്ച് കടുത്ത കഴിയും ക്രൂരതയുമാണ്. ശ്രീ രാജേന്ദ്രൻ നായർ അഭിഭാഷകനാണ്, അദ്ദേഹത്തിന്റെ ആവശ്യം എനിക്കറിയാം. ആ ആവശ്യം അദ്ദേഹം കൂടുതൽ ശക്തിയോടും താല്പര്യത്തോടും കൂടി ഉന്നയിച്ചു കൊള്ളട്ടെ. തിരിച്ചുള്ള വാദഗതികൾ ഉന്നയിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഞാൻ ആ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ളത് ശ്രീ PM സുരേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് PC വിഷ്ണുനാഥിനെ നേരത്തെ ബന്ധപ്പെടുകയുണ്ടായി. അദ്ദേഹം ഫ്രീ ആണെങ്കിൽ സംസാരിക്കാം എന്നാണ് ഏറ്റിരുന്നത്. ഈ നിമിഷം വരെയും അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം തേടാത്തത് കൊണ്ടല്ല എന്ന് താങ്കളോട് വിശദീകരിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, അപ്പോഴുമുള്ള പ്രശ്നം സരിത ഒരു തെളിവായി ചൂണ്ടിക്കാണിച്ചിരുന്നത്, തെളിവായി അവകാശപ്പെട്ടിരുന്നത്, അതായത് മുഖ്യമന്ത്രിയെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, മുഖ്യമന്ത്രിയാണ് എന്നെ ഈ പദ്ധതിയിലേക്ക് MLAക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് സരിത സ്ഥാപിക്കാനായി പറഞ്ഞിരുന്നത് ഈ കത്താണ്. ഈ കത്തിൽ മുഖ്യമന്ത്രിയുടെ റഫറൻസ് ഉണ്ട് എന്ന് സരിത അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു റഫറൻസ് ഇല്ല എന്ന വിഷ്ണുനാഥിൻ്റെ വാദമാണ് ശരിയെന്ന് ആ കത്തിൻ്റെ കോപ്പി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ച ഒരു കാര്യം അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ നായർ അല്ല ഞാൻ അഡ്വക്കേറ്റ് B രാജേന്ദ്രനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിനെ ഒഴിവാക്കണം. ഈ കത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, സരിതയുടെ കത്ത് വരട്ടെ,
സരിതയുടെ കത്ത് ഇന്നിപ്പോൾ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്, കമ്മീഷൻ മുമ്പാകെ വിശദമായ ആർഗ്യുമെന്റ് നടന്നു. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണോ അതോ സീൽഡ് കവറിൽ കത്ത് കൊടുത്താൽ മതി എന്ന ചർച്ച വന്നു. അതൊക്കെ വിശദമായ ചർച്ച വന്നു. അവരിപ്പോൾ കത്ത് കൊടുക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, മുഖ്യമന്ത്രിയുടെ ഒരു CD കമ്മീഷൻ മുമ്പാകെ ഉണ്ട്. ആ CD എന്ന് പറയുന്നത് സോളാർ കേസിലെ പ്രതിയായിരുന്ന മണിമോന്റെ സഹോദരൻ റിനീഷും മുഖ്യമന്ത്രിയുമായിട്ടുള്ളതാണ്. ആ CDക്കകത്ത് മുഖ്യമന്ത്രിയോട് പറയുന്നത്, അങ്ങ് പറഞ്ഞതുപോലുള്ള പൈസ കിട്ടിയില്ല, PA മാധവൻ MLA യുടെ പ്രശ്നമാണ്. കമ്മീഷൻ മുമ്പാകെ വന്ന് അവിടെയും മുഖ്യമന്ത്രി കള്ളമാണ് പറഞ്ഞത്. ഈ മണിമോൻ എന്ന് പറയുന്നത് കയ്പമംഗലം MLA സുനിൽകുമാറിന്റെ മണ്ഡലത്തിലെയാണ്. കമ്മീഷൻ മുമ്പാകെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് മണലൂർ എന്നാണ്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നൊന്നായി കള്ളങ്ങൾ? അതിന്റെ വസ്തുത വരട്ടെ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ അത് മുൻപ് ഒരു ടെലിവിഷൻ ചാനലിൽ ഈ സംഭാഷണം സംപ്രേഷണം ചെയ്തതുമാണ്. അത് പൊതുമണ്ഡലത്തിലുണ്ട്, നമുക്കറിയാമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സരിത തന്നെ വലിയ തെളിവാണ് എന്ന് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് വസ്തുതാപരമായി പിശക് സംഭവിക്കുന്നു എന്നാണ്. അവർ മുഖ്യമന്ത്രിയുടെ റെഫറൻസ് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ ആ കത്തിന്റെ കോപ്പി വരുമ്പോൾ അങ്ങനെ ഒരു റെഫറൻസ് ഇല്ല. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ റെഫറൻസ് ഉള്ള, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള 4 രേഖകളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രശ്നം, MNREയുടെ അംഗീകാരമില്ലാത്ത, അനർട്ടിന്റെ അംഗീകാരമില്ലാത്ത ടീം സോളാറിന്റെ ഉദ്ഘാടനത്തിന് എങ്ങനെ 8 മന്ത്രിമാർ പോകുന്നു, എങ്ങനെ 3 മന്ത്രിമാർ പോകുന്നു? അത് പൊതുസമൂഹം പരിശോധിക്കേണ്ടതല്ലേ? അതെല്ലാം വളരെ വളരെ ഗംഭീരമായി ഓർഗനൈസ് ചെയ്യുന്നതല്ലേ? എങ്ങനെ ടീം സോളാറിന്റെ ഏർപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുറാന വെഞ്ചേഴ്സ് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് ഈ സരിതാ നായരും ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്നു, ഫ്രാഞ്ചൈസി എന്ന നിലയിൽ. അതുകൊണ്ട് ഇവിടെ ഞാൻ കൃത്യമായി കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ ഉയർത്തിയൊരു ചോദ്യമുണ്ട്. ബന്ധപ്പെട്ട DYSPമാരോട് ചോദിച്ചു, ഈ സരിതാ നായരും ബിജു രാധാകൃഷ്ണനും മന്ത്രിമാരും കൂടെ പങ്കെടുത്ത സർക്കാർ ചടങ്ങുകളുടെയും സർക്കാർ ഇതര ചടങ്ങുകളുടെയും അൺഎഡിറ്റഡ് വീഡിയോ ഹാജരാക്കട്ടെ. ശരി, അതാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ ടീം സോളാറിന്റെ പല പരിപാടികളും ഉദ്ഘാടനം ചെയ്തത് സംസ്ഥാനത്തെ മന്ത്രിമാരോ MLAമാരോ ആണ്. അവരെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷേ അപ്പോഴും സാമ്പത്തിക ആരോപണത്തിൽ, സാമ്പത്തിക തട്ടിപ്പിൽ ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ സർക്കാരിലെ ഉന്നതരോ പങ്കാളികളാണ് എന്ന് തെളിയിക്കാൻ തെളിവുകൾ ആവശ്യമാണ്. അത് സംബന്ധിച്ച രേഖകൾ ആവശ്യമാണ്. സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ എന്നറിയണം, ഈ തട്ടിപ്പുകാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നറിയണം. പക്ഷേ ഇതൊന്നും ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് വസ്തുതകളായി പുറത്തു വരുന്നില്ലല്ലോ. ആ ആരോപണങ്ങളുടെ മേലുള്ള വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ചെയ്യണം. നഷ്ടത്തിൻ്റെ കേസ് ഇവിടെ പറയുകയുണ്ടായി. സർക്കാരിനൊരു നഷ്ടവും വന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? കോൺഗ്രസിൻ്റെ വക്താക്കളെല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വില്ലേജ് ഓഫീസർ ഒരാളുടെ ഒരു വാട്സാപ്പിൽ ഓരോ രസികനും ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, വില്ലേജ് ഓഫീസർ ഏതെങ്കിലും ഒരു പോക്കുവരവ് ചെയ്യുന്ന ഒരു പാവപ്പെട്ടവന് ഇന്ന് കാശ് വാങ്ങിച്ചു, അത് ആരെങ്കിലും തൊണ്ടിയോട് കൂടി പിടിച്ചു, വില്ലേജ് ഓഫീസറുടെ പണി പോകില്ലേ? നാട്ടുകാരൻ്റെ ഇന്ന് കാശ് വാങ്ങിച്ചതിന് സർക്കാരിന് വല്ല നഷ്ടമുണ്ടോ? എന്തിനാ അത് പിടിച്ചിട്ട് അയാളുടെ പണി ഇല്ലാതാക്കുന്നത്? കേരളം ഭരിക്കുന്ന ഭരണാധികാരികൾ നാടിലുള്ള ആളുകളെ ആരെങ്കിലും ചീറ്റ് ചെയ്താൽ, തട്ടിപ്പ് നടത്തിയാൽ അതിന് കൂടെ കൂട്ടുനിൽക്കണമോ ആ തട്ടിപ്പിനെ തടയണമോ? അതിൽ അവർക്കാർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? ഇനി സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇവർക്ക് ടീം സോളാറിൻ്റെ കരാർ കൊടുക്കുമ്പോൾ തന്നെ 2012-2013 ബഡ്ജറ്റ് സ്പീച്ചിൽ ഗവൺമെൻറ് പറഞ്ഞു സോളാർ എനർജിക്ക് 30% സബ്സിഡി ഉണ്ടാവും. 15 ലക്ഷം കോടി രൂപ ആ സബ്സിഡിക്ക് ബഡ്ജറ്റിലും വെച്ചു. ആർക്ക് കൊടുക്കാൻ? ഇവനെ ഈ പറയുന്ന നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചാൽ അതിനെ പറ്റിക്കുന്നവരെ സംരക്ഷിക്കുന്നവർ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭൂഷണമാണോ നാടിന്, കേരളത്തിന്? നമ്മുടെ 2G സ്പെക്ട്രം സർക്കാരിനൊരു നഷ്ടവും വന്നില്ലെന്നായിരുന്ന വാദഗതി. കൽക്കരി ഖനി കുംഭകോണം സർക്കാരിന് നഷ്ടം വന്നില്ലെന്ന് പറഞ്ഞ് വാദഗതി നടത്തി നോക്കിയല്ലോ. പലരും ജയിലൊക്കെ തീഹാർ ജയിലിൽ ഇപ്പോഴും കിടക്കല്ലേ? അല്ല, തീർച്ചയായും ശ്രീ ആനന്ദൻ തന്നെ അപ്പോഴും അവിടെയുള്ള പ്രശ്നം ഈ ടീം സോളാറിന്റെ പദ്ധതിക്ക്, ഈ ടീം സോളാറിന്റെ സോളാർ പാനൽ വെച്ചവർക്ക് ആർക്കും ഈ സബ്സിഡിക്ക് അർഹതയില്ലല്ലോ.
ഇത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെയോ സർക്കാരുകളുടെയോ അംഗീകാരം നേടാത്ത ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇനത്തിൽ ഇതിൻ്റെ ഉപഭോക്താക്കൾ സബ്സിഡി നേടി എന്ന് പറയാൻ പറ്റില്ല. ആ അർത്ഥത്തിലുള്ള ആരോപണവും നിലനിൽക്കുന്നതല്ല. അതാണ് പ്രശ്നം. ഇവരെ സംബന്ധിച്ച് ഇത്ര അധികം സ്വാധീനം ഇവർക്കുണ്ടായിരുന്നു എങ്കിൽ എന്താണ് ഇവർ തന്നെ പറയുന്നത് പോലെ റിന്യൂവബിൾ എനർജി പോളിസി സംസ്ഥാനത്തിൽ നടപ്പാക്കാൻ അല്ലെങ്കിൽ അതിന് രൂപം കൊടുക്കാൻ ഇവർക്ക് സമ്മർദ്ദം ചെലുത്തിയിട്ടും കഴിയാതെ പോയി, അല്ലെങ്കിൽ ഇവർക്ക് സഹായകരമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ഇവരെ സംബന്ധിച്ച് ഇത്ര സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഈ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിന് വരാതിരുന്നത് ഈ സരിതയുടെ കേസ് പിടിക്കപ്പെടുകയും കല്ലേലി ശ്രീധരൻ നായർ കൊണ്ട് കേസ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടില്ലേ? ശ്രീധരൻ നായർ കേസ് കൊടുത്തിട്ട് എന്താ പറഞ്ഞത്? ഞാൻ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇത് 40 കോടി രൂപയുടെ പ്രോജക്റ്റാണ്, ഞാൻ അതിനകത്ത് അഡ്വാൻസ് 1% അഡ്വാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ 40 ലക്ഷം കൊടുക്കണമായിരുന്നു. ഞാൻ 10 ലക്ഷം ആദ്യം എവിടെ വന്നവരെല്ലാം പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് ജനുവിനാണെന്ന് തോന്നി 10 ലക്ഷം കൊടുത്തു. ബാക്കിയുള്ള കാശ് കൊടുക്കുന്നതിന് വേണ്ടി ചെല്ലുന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി കിട്ടുമോ, 30% സബ്സിഡി കിട്ടുമെന്ന് ഇയാൾ വിശ്വസിപ്പിക്കുകയാണ്. അത് മുഖ്യമന്ത്രി കണ്ടാലേ സാധിക്കൂ. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് ശ്രീധരൻ നായരെയും കൂട്ടിക്കൊണ്ട് പോണത്. അപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് ഇത് കുഴപ്പമില്ലാത്ത പ്രോജക്റ്റാണ്, സബ്സിഡി ഉണ്ട്, ആ സബ്സിഡിക്ക് വേണ്ടിയുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്, സബ്സിഡി ഉണ്ടെന്നെല്ലാം ബോധ്യമായി. ഇപ്പോൾ വാദഗതി എന്താ? ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. നഷ്ടപ്പെട്ട ഈ ആൾക്കാരെല്ലാം തട്ടിപ്പിന് വിധേയരായെല്ലാവരും കൊണ്ട് കേസ് കൊടുത്ത് ഇവൾ പിടിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടല്ലേ? അല്ലെങ്കിൽ ഈ കാശെല്ലാം ഇവർക്കെല്ലാം ഇത് ഇപ്പം നാട്ടുകാർക്കല്ലേ നഷ്ടം വന്നിരിക്കുന്നത്? നാട്ടുകാർക്ക് നഷ്ടം വരുന്നത് ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ? മുഖ്യമന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ സംസാരിച്ച് ഉറപ്പുവരുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഞാനിത് കൊടുത്തതെന്ന് അദ്ദേഹം 164 സ്റ്റേറ്റ്മെൻറ്റിൽ കോടതിയിലും പറഞ്ഞു, കമ്മീഷനിലും പറയുന്നു, സരിതയും അത് പറയുന്നു, ശരിവെക്കുന്നു. അപ്പം ജനങ്ങളെന്ത് വേണം? നാട്ടുകാരെന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് എന്നിട്ട് ഈ വാദഗതി ശരിയാണോ? സർക്കാരിന് നഷ്ടം വന്നില്ലല്ലോ, ആരെങ്കിലും പറ്റിച്ചിട്ട് പോയെങ്കിൽ ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വമില്ലേ? PM സുരേഷ് ബാബു, മുഖ്യമന്ത്രിക്കും ഭരണതലത്തിലെ ഉന്നതർക്കുമെതിരെ അതിശക്തമായ അഴിമതി ആരോപണമാണ് ഉയരുന്നത്. അത് സോളാർ ജുഡീഷ്യൽ കമ്മീഷനിൽ മൊഴി കൊടുക്കുക എന്ന ബാധ്യതയ്ക്കപ്പുറം അതിനുശേഷം മാധ്യമങ്ങളുടെ മുൻപാകെ പൊതുസമൂഹത്തിന് മുൻപിലും ആ ആരോപണങ്ങൾ പറയുന്നുണ്ട്. ആ ആരോപണം കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ആരോപണത്തിൽ വസ്തുതകൾ ഒന്നുമില്ലെങ്കിൽ, ഇക്കാര്യത്തിൽ മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ ആ ആരോപണകർത്താക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടേ? അക്കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആലോചിക്കാത്തത്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണവും ഇതുവരെ പറഞ്ഞിട്ടില്ല. മന്ത്രിമാർക്കെതിരെ ഒരു അഴിമതി ആരോപണം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി 1,91,000 വാങ്ങിയിരിക്കുന്നു, 25 ലക്ഷം കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ്. ഇത് ഒരു വസ്തുതയായി അംഗീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് വരട്ടെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാവുന്ന ഒരു എവിഡൻസും നേരത്തെ വന്നിട്ടില്ല. അത് കോടതികൾ മുഴുവൻ അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. കാരണം നിയമത്തിന്റെ പിൻബലവും തെളിവിന്റെ പിൻബലവുമില്ലാതെ ഏതെങ്കിലും ഒരാൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിന് പ്രസക്തിയില്ലല്ലോ, നീതിന്യായ വ്യവസ്ഥ ഇല്ലാതെ പോകുമല്ലോ. പിന്നീട് രണ്ടാമത് പറഞ്ഞൊരു വിഷയം, ആ കാര്യത്തെക്കുറിച്ച് കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കും. ഞങ്ങൾ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ അതിനെക്കുറിച്ച് ഒരു ആലോചന നടത്താൻ പോവുകയാണ്. 9-ാം തീയതി മാത്രമാണ് KPC പ്രസിഡന്റിന്റെ ജനരക്ഷായാത്രയുടെ സമാപനമുണ്ടാകുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ KPCC തലത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച്, വെളിപ്പെടുത്തലുകളെക്കുറിച്ച്, അതിനുള്ള ഡിഫൻസിനെ കുറിച്ചൊക്കെ പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തും. ആ പാർട്ടി തലത്തിൽ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ അതാണ് ഞങ്ങളുടെ ആ കാര്യത്തിലുള്ള നയസമീപനങ്ങൾ. എടുത്തു ചാടി ഒരു കാര്യത്തിനെക്കുറിച്ച് ഒന്ന് വരുമ്പോൾ തന്നെ മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു രീതി KPCCക്ക് ഇല്ല. അതുകൊണ്ട് KPCC അത് ആലോചിച്ച് തന്നെ ചെയ്യും. നിയമ നടപടികൾ എവിടെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും സത്യസന്ധതയും അവരുടെ സുതാര്യതയും കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരച്ച് കാണിക്കത്തക്ക വിധത്തിൽ, അത് തെളിയിച്ചു കൊടുക്കത്തക്ക വിധത്തിലുള്ള എല്ലാ നിയമ നടപടികളും ഈ കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇതിൽ വിധേയരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും വ്യക്തമായും ഉണ്ടാകും. ശരി, അഡ്വക്കേറ്റ് വി രാജേന്ദ്രൻ, MNRAയുടെ അംഗീകാരത്തിനായി അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന KC വേണുഗോപാലിന് 25 ലക്ഷം രൂപ നൽകി എന്നുള്ളതായിരുന്നു ഒരാരോപണം. അത് ബിജു രാധാകൃഷ്ണൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് റിന്യൂവബിൾ എനർജി എക്സ്പോയിൽ പങ്കെടുത്ത കാര്യം താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് വിഷയവും വസ്തുതയുള്ളതല്ല. ഇങ്ങനെ ഒരു കോഴ ഇടപാടോ
അല്ലെങ്കിൽ ഈ എക്സ്പോയിൽ പങ്കെടുക്കാനുള്ള മറ്റു തരത്തിലുള്ള ഇടപാടോ ഒന്നും നടന്നിട്ടില്ല എന്ന് ഇന്ന് സരിത എസ് നായർ ജുഡീഷ്യൽ കമ്മീഷന് മുൻപാകെ പറയുമ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് വളരെ സെലക്റ്റീവാണ് എന്ന് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് തോന്നും. അങ്ങനെ തോന്നുന്നതിൽ തെറ്റുണ്ടോ? ഈ സരിതയുടെ മൊഴി ഒരു മാലാഖയുടെ മൊഴിയല്ല. സരിത കൃത്യമായി ചില കാര്യങ്ങൾ മറച്ചുവെച്ച്, സരിത കൃത്യമായി ചിലരെ ടാർഗറ്റ് ചെയ്ത്, അതേസമയം ആ പറയുന്നതിനകത്ത് പൊരുത്തക്കേടുണ്ട്. ആ മൊഴിയിൽ നെല്ലും പതിരുമുണ്ട്. ഞങ്ങൾ സരിതയുടെ മൊഴിയെ ആശ്രയിച്ചല്ല പോകുന്നത്, ബിജു രാധാകൃഷ്ണന്റെ CD ആശ്രയിച്ചല്ല പോകുന്നത്. ഇവിടെ അഭിലാഷ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ സോളാർ തട്ടിപ്പിൽ സർക്കാരിന് നഷ്ടമുണ്ടോ? ജുഡീഷ്യൽ കമ്മീഷൻ 5 വിഷയമാണ് അന്വേഷിക്കുന്നത്. അതിൽ ഒരു വിഷയം മാത്രമാണ് സർക്കാരിന് നഷ്ടം എന്നുള്ളത്. പക്ഷെ ഒന്നാമത്തെ വിഷയവും പ്രസക്തമായ വിഷയവും സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ. അവിടെയാണ് ഞങ്ങൾ ചോദിക്കട്ടെ, ജനകീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയരുതോ, ഞാൻ സരിതയെ കണ്ടതാണ്, അവർ എനിക്ക് മെമ്മോറാണ്ടം നൽകിയതാണ്, ഞാൻ ഡൽഹിയിൽ ഡിസംബർ 27-ന് വിജ്ഞാൻ സമിതി യോഗത്തിന് വന്നപ്പോൾ അവരെ മെമ്മോറാണ്ടത്തിൽ വിവരം ചോദിച്ചതാണ്, അവര് മല്ലേലി ശ്രീധരൻ നായരുമൊത്ത് എന്നെ കണ്ടതാണ്, അവര് അതോടൊപ്പം തന്നെ PA മാധവനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്തിനാണ് സരിതയെ കണ്ടില്ല, അതറിയത്തില്ല, ഞാൻ അവിടെ പോയിട്ടില്ല, ഞങ്ങളുടെ മന്ത്രിമാർ പോയിട്ടില്ല? കമ്മീഷനിൽ എന്താ പറഞ്ഞത്? ഞാൻ സരിത നായരെ ആദ്യമായി കാണുന്നത്, ടീം സോളാറിനെ അറിയുന്നത് 2012 ജൂൺ മാസം 3-ാം തീയതി. എന്തിനാണ് ഈ പച്ചക്കള്ളം പറയുന്നത്? എന്തിനാണ് ഈ മറച്ചു വെക്കുന്നത്? എന്തിനാണ് ഒതുക്കി വെക്കുന്നത്? എന്തുകൊണ്ട് സർക്കാരിന്റെ പരിപാടികളുടെ വീഡിയോ ഹാജരാക്കുന്നില്ല? എന്തുകൊണ്ട് SITയെ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ പരാമർശം വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജിന്റെ ശബ്ദരേഖ എന്തുകൊണ്ട് പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് നടപ്പാക്കിയില്ല? അപ്പോൾ പ്രശ്നം ഭരണയന്ത്രം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, ജയിലിനെ ഉപയോഗിച്ച്, അതോടൊപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ അന്വേഷണം അട്ടിമറിച്ചതിൽ ഒരു ന്യായാധിപനും പങ്കുണ്ട്. അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കുക, ഈ 2.5 വർഷമായി കേരള രാഷ്ട്രീയം കലുഷിതമാക്കുന്നത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അന്ന് സരിത പറഞ്ഞത് നിയമപരമായി ബാധ്യതപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രാജു രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ അന്വേഷണം അട്ടിമറിച്ചതിൽ ജുഡീഷ്യറിയിലെ ഒരു ന്യായാധിപനും പങ്കുണ്ട് എന്ന ഗൗരവമേറിയ പ്രശ്നമല്ലേ? നമുക്ക് സരിതയെ മാറ്റിവെക്കാം, ബിജു രാധാകൃഷ്ണൻ മാറ്റിവെക്കാം. എന്തുകൊണ്ട് തമ്പാനൂർ രവി സരിതയോട് സത്യം പറയാൻ പറയുന്നില്ല? തമ്പാനൂർ രവി സരിതയോട് ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറയണമെന്നാണ്. എന്തിന് നമ്മുടെ അബ്ദുള്ള കുട്ടിയെ വരുന്നു? ഞാൻ ചോദിക്കട്ടെ, ഒരു FIR 376 ബലാത്സംഗ കുറ്റത്തിന് ഒരു MLA പേരിൽ ഒരു FIR എടുത്തിട്ട് എന്ത് നടപടിയെടുത്തു? ഞാൻ ചോദിക്കട്ടെ, 2 CD ഒരു IG ജോസ് നശിപ്പിച്ചിട്ട് അതേ IG ജോസ് തന്നെ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്ന് കുറ്റം കണ്ടെത്തിയിട്ടും എങ്ങനെ കേരള പോലീസിൽ IG ആയി തുടരുന്നു? തീർച്ചയായും ഇതൊക്കെ ഉത്തരം ആവശ്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ തുടരുക. ശ്രീ ആനന്ദവട്ടം ആനന്ദൻ, ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിയമ നടപടി എടുക്കാൻ ആലോചിക്കുന്നത് ഈ കാര്യത്തിലൊരു ഗൂഢാലോചന ആരോപിച്ചുകൊണ്ടാണ്. അതിന് ഉപോത്ബലകമായി സരിത എസ് നായർ ഒരു പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിൽ 10 കോടി രൂപ CPIM എനിക്ക് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്നത് അവർ അതിനൊരു തെളിവായി, അതിനൊരു ആധാരമായി ഉന്നയിക്കും. CPIMന്റെ 2 നേതാക്കൾ ഇക്കാര്യത്തിൽ ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് അവർ വ്യക്തമാക്കിയത് ഉപയോഗിക്കും. ഒപ്പം ഒരു ബാർ ഉടമസ്ഥനുമായി ഇവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അതിനുപയോഗിക്കും. ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടാക്കി എന്ന് ആരോപിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ആ ഗൂഢാലോചന എല്ലാ കേസിലും ഗൂഢാലോചനയാണല്ലോ. KM മാണി രാജിവെക്കേണ്ടെന്ന കേസിലും പറഞ്ഞത് ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഞാൻ രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞു. ആരാണ് ഗൂഢാലോചനയുടെ കർത്താക്കൾ, അത് പങ്കെടുത്തതെന്ന് പറയുന്നില്ല, ഇതുവരെ പറയുന്നില്ല. മാണി രാജിവെക്കേണ്ടി വന്നതിന് ശേഷം ഇപ്പോഴും പറയുന്നു ഗൂഢാലോചനയാണെന്ന്. CPMന് വല്ല പങ്കുമുണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. ഞങ്ങൾ 2 കൈയും പൊക്കി സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് 10 കോടിയല്ല 10 രൂപ സരിതയ്ക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സരിത അന്ന് പറഞ്ഞതിന് ഇപ്പം തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവരുടെ നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒരു മാലാഖയായി കണ്ടുകൊണ്ട് അവർ പറയുന്നതിന് മുഴുവൻ വിഴുങ്ങുന്നവരല്ല. ഈ ഗവൺമെൻറ്റിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ, ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി 10 പൈസ കൊടുക്കാതെ തന്നെ
കഴിയുന്ന ഒരു പാർട്ടിയാണ് CPM ഇടതുപക്ഷ മുന്നണിയല്ല. ആ മാർഗം ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ സ്നേഹിതൻ ഇപ്പോൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ 9-ാം തീയതി ജാഥ കഴിഞ്ഞാൽ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സരിത ഇന്നലെയും ഈ 2 ദിവസമായി വന്ന് പരസ്യമായി ജുഡീഷ്യൽ കമ്മീഷനിലും പത്രങ്ങളിലും വന്ന് വെല്ലുവിളിക്കാണ്. ധൈര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കൂ. എന്താണ് ഈ മുഖ്യമന്ത്രി കൊടുക്കണ്ട? ഈ പറഞ്ഞ ആരോപണത്തിന് വിധേയരായവർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? വേറൊരു ചോദ്യമുണ്ട്. എന്തിനാണ് നേരത്തെ ശ്രീ രാജേന്ദ്രൻ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് ആരെയും കണ്ടുകൂടെ? സരിത വന്ന് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു, ഡൽഹിയിൽ വെച്ച് കണ്ടു എന്ന് എന്തുകൊണ്ട് ഓൺ ചെയ്യുന്നില്ല? അതിന് എന്തിനു ഒളിച്ചു മാറണം? പിന്നെ എന്തിനാണ് തമ്പാനൂർ രവിയും കൂട്ടരും പോയി ഡൽഹിയിൽ വെച്ച് സരിത കണ്ടെന്ന് പറയരുതെന്ന് സരിതയെ വിളിച്ച് ടെലിഫോൺ സംഭാഷണം നടത്തുന്നത്? ആ ടേപ്പുകളെല്ലാം ഹാജരാക്കില്ലേ? എന്നിട്ടും എൻ്റെ സ്നേഹിതൻ സുരേഷ് ബാബുവിനും കൂട്ടർക്കും അത് ബോധ്യമാകുന്നില്ലേ? മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഡൽഹിയിൽ വെച്ച് കണ്ടാൽ കുറ്റമാണോ ഏതെങ്കിലും ഒരാളെ കാണുന്നത്? അല്ലല്ലോ. എന്നിട്ട് അത് ഓൺ ചെയ്യാതെ വേറൊരാളിനെ കൊണ്ട് പറയിക്കുകയാണ് ഡൽഹിയിൽ വെച്ച് കണ്ടെന്ന് പറയരുത്, ഇവിടെ വെച്ച് കണ്ടെന്നേ പറയാവൂ. തമ്പാൻ രവി KPCC സെക്രട്ടറിമാർ സുരേഷ് ബാബുവിനെ പോലുള്ള ഒരാൾ എന്തിനു പറയുന്നു? ഇതൊക്കെയല്ലേ ആളുകൾ സംശയം ഉണ്ടാക്കുന്നത്. എന്നിട്ട് പ്രതിപക്ഷങ്ങളെ ആക്ഷേപിക്കാൻ അവരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയാൻ, ഞങ്ങളൊരു ഗൂഢാലോചന സരിതയുമായി നടത്തിയിട്ടില്ല, 10 നയ പൈസയുടെ ഇടപാട് നടത്തിയിട്ടില്ല. ഇന്നലെ സരിത പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും. സരിത തന്നെ കോൺഗ്രസ്സുകാരിയല്ലേ, കേസുകാരിയായില്ലേ? അതിലല്ലേ നിങ്ങളുമായിട്ടെല്ലാം ഏറ്റവും കൂടുതൽ അടുപ്പം വന്നത്? അവർ കമ്മ്യൂണിസ്റ്റുകാരിയല്ലല്ലോ ഈ ഗവൺമെൻറ്റിനെ ചീത്തയാക്കാൻ വേണ്ടി. കല്ലേലി ശ്രീധരൻ നായർ കോൺഗ്രസ്സുകാരനല്ലേ? ഇപ്പം നിങ്ങളുടെ കൊടുക്കുന്ന ആൻഡോ, പാപം ആൻഡോ ആ കോൺഗ്രസ്സുകാരനല്ലേ? ഇപ്പോൾ വഴിയിൽ നിർത്തി സരിത വിചാരണയും കഴിഞ്ഞ് കമ്മീഷന് മൊഴിയും കൊടുത്തിട്ട് വരുന്നപ്പോൾ ഒരാൾ വിളിച്ച് അദ്ദേഹം എബ്രഹാം വിളിച്ചിട്ട് പറയാണ് മുഖ്യമന്ത്രിക്കെതിരായി ഇവിടുന്ന് കൊടുക്കരുത്. ഇപ്പം അയാളെ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് കമ്മീഷൻ. ഇങ്ങനെ ഏജന്റന്മാരെ എന്തിനു വിടണം? അതാണ് ചോദ്യം. ശ്രീ PM സുരേഷ് ബാബു, ഞാൻ എന്തെങ്കിലും വ്യാജമായി പറയുകയോ വ്യാജമായി ചമയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കൂ എന്ന് ഇന്നലെ വെല്ലുവിളിച്ചതേ ഉള്ളൂ സരിത എസ് നായർ. എന്ന് മാത്രമല്ല, ഈ ഓഡിയോ ടേപ്പുകളൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലേ, ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും ഞാൻ, അതൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കും എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് PM സുധീരൻ്റെ യാത്ര കഴിയുമ്പോഴേക്ക് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ആലോചിക്കാനുള്ള ആരോഗ്യത്തിലായിരിക്കുമോ കോൺഗ്രസ് പാർട്ടി? അതിനെക്കുറിച്ചൊരു വേവലാതി അങ്ങേക്ക് വേണ്ട എന്നാണ് എൻ്റെ ഒരു വിനയപൂർവമായ അപേക്ഷ. ഞങ്ങളുടെ ഒരു ആരോഗ്യത്തിനെ സംരക്ഷിക്കാനുള്ള ഒരു ചെറിയ കപ്പാസിറ്റി ഇപ്പോൾ ഞങ്ങളുടെ സംവിധാനത്തിനൊക്കെ ഉണ്ട്. ആ ആരോഗ്യം ഞങ്ങൾ സംരക്ഷിക്കാം. പിന്നീട് ഉള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മറ്റന്നാൾ മാത്രമേ സരിതയെ എതിർവിസ്താരം ആരംഭിക്കുന്നുള്ളൂ. എതിർവിസ്താരത്തിലും കുറേ പുതിയത് വരുമല്ലോ. ഓരോ ദിവസം ഓരോരോ കേസും കൊണ്ട് കോടതിയിൽ പോകാൻ കഴിയില്ലല്ലോ. സരിതയുടെ വിസ്താരം കഴിയട്ടെ. സരിതയുടെ വിസ്താരം കഴിഞ്ഞതിന് ശേഷം കിട്ടാവുന്ന ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ നിയമപരമായ നടപടികളേക്ക് ആരംഭിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, പാർട്ടി എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതിൽ സത്യസന്ധതയില്ല എന്ന് ബോധ്യം വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെതിരായ നിയമ നടപടികൾ എടുക്കും. ഇപ്പോൾ ബോധ്യം വരുന്ന സാഹചര്യത്തിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ബോധ്യം നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്നൊരു ചോദ്യം ഇനി ചോദിക്കരുത്. ബോധ്യം വരുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ വസ്തുതകൾ വേണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ ആനന്ദൻ ചേട്ടൻ ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങയോട് കൂടെ ചോദിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ ചാനൽ ചർച്ചയിൽ ഒരിടത്ത് പോലും ഈ CPM നേതാക്കന്മാർക്കെതിരായി ശ്രീമതി സരിത ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ഒരു വേളയിലും ഞാൻ പരാമർശിച്ചിട്ടില്ല. ഞാനത് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം കൺസിസ്റ്റൻ്റായി ഞങ്ങളുടെ ഒരു വാദം എന്താണ്, സരിത ആവശ്യത്തിനൊത്ത് അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമയത്ത് ആവശ്യം CPM-നെ കുറ്റപ്പെടുത്താനാണ് എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് അല്ല കടക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഞാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയപരമായ ഒരു സാമാന്യത, മര്യാദ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു സെൽഫ് ബൂസ്റ്റിംഗ് അതിനകത്തൊക്കെ വരും. അത് വരുന്നു എന്ന് വരുത്തുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നല്ലതാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. രണ്ടാമതൊരു കാര്യം, ഇനി ശ്രീ രാജേന്ദ്രൻ, അദ്ദേഹത്തെ ഞാൻ രാജേന്ദ്രൻ നായരെന്ന് പറഞ്ഞു പോയതിൽ ക്ഷമിക്കുക. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അദ്ദേഹം ഞാൻ തമ്മിൽ നേരിട്ട് പരിചയമില്ല, ചർച്ചകളിലൂടെയുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മനഃപൂർവ്വമായിട്ട് അങ്ങനെ വന്നതല്ല. അദ്ദേഹം പറഞ്ഞത് ശ്രീ അബ്ദുള്ളക്കുട്ടിക്കെതിരായി എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്നുള്ളത്. പോലീസിനോട് പറഞ്ഞു,
FIR ഇടുന്നതിന് മുമ്പേ അന്വേഷണം നടത്തിയപ്പോൾ അതിൽ കളവുണ്ട് എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം ആ സത്യം അവർ FIR ഇടാതിരുന്നത്. ഇപ്പോൾ അവർ തന്നെ പറയുന്നു, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ആ പറഞ്ഞതുമായിട്ട് വസ്തുതാപരമായി യാതൊരു സത്യവുമില്ല എന്നവർ പറഞ്ഞിരിക്കുന്നു. സമയമായി, പക്ഷേ അവർ ഇന്നും ആവർത്തിച്ചത് ആ ആരോപണത്തിൽ സത്യസന്ധതയില്ല എന്നല്ല. ആ അവസരത്തിൽ ആ ആരോപണം ഉന്നയിക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് തമ്പാനൂർ രവി എന്നോട് ആവശ്യപ്പെട്ടു എന്നാണ്. അതല്ലാതെ ആ ആരോപണത്തിൽ വസ്തുതയില്ല എന്ന് സരിത എസ് നായർ ഇന്നലെയും പറഞ്ഞില്ല, ഇന്നും പറഞ്ഞത്. അല്ല, ക്ഷമിക്കണം, അങ്ങിത്ര വാശി കാണിക്കരുത്. ഇന്നലെ അവര് പറഞ്ഞത് വളരെ വ്യക്തമായി, ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അവർ പറഞ്ഞു അങ്ങിത്ര ആവേശം കാണിക്കരുത് ദയവ് ചെയ്തിട്ട് പ്ലീസ്. പിന്നെ അത് പറഞ്ഞത് കോൺഗ്രസ് നേതാവായ തമ്പാനൂർ രവി പറഞ്ഞിട്ട് ഞാനൊരു വസ്തുത പറഞ്ഞതാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ്, അതിൽ യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്, അത് വസ്തുതപരമായി ഒന്നുമില്ല. ഇന്നവർ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്ന, ഇന്നവർ സപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ലൈംഗികത സ്വകാര്യതയാണ് എന്ന് അവർ പറഞ്ഞതായിട്ട് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല കൃത്യതയെ കുറിച്ച്. വസ്തുതാപരമായ എല്ലാത്തൊരു കാര്യത്തിലും മേലിൽ വന്നാലുണ്ടാകുന്ന മനോവേദനയെ കുറിച്ച് അഭിലാഷം ചോദ്യം ചെയ്യുകയല്ല. അവർ ഇന്നലെയും ഇന്നും പറഞ്ഞത് ഒരേ കാര്യം മാത്രമാണ്. ആ അവസരത്തിൽ ആ ആരോപണം ഉന്നയിക്കാൻ എനിക്ക് പ്രേരണയായത് തമ്പാനൂർ രവിയാണ്. അതിനുശേഷം ബെന്നി ബെഹനാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസിൽ നിന്ന് പിന്നോട്ട് പോയത് എന്നാണ് അവർ വളരെ വസ്തുതാപരമായി, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അവർ ഇന്നലെയും ഇന്നും പറഞ്ഞത് ആ കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ രാജേന്ദ്രൻ. ഇടവേളയ്ക്ക് ശേഷം എടുത്തിയ സവർ കാണാം. നമസ്കാരം.